അവൻ ചേർത്ത് പിടിച്ച കൈകൾ എടുത്തു മാറ്റി അവൾ തിരിഞ്ഞു കിടന്നു. ആഹാ, അപ്പോഴേക്കും പിണങ്ങി എൻ്റെ കുഞ്ഞൻ. പോ, എന്നോട് മിണ്ടണ്ട. തഴുകാനായി വന്ന അവൻ്റെ കൈകളെ തട്ടിമാറ്റി അവൾ പറഞ്ഞു. ഹ, അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ്? എനിക്കിങ്ങനെ ചേർത്ത് പിടിക്കാതെ ഉറക്കം വരില്ലെന്ന് അറിയില്ലേ? വലതു കൈ അവളുടെ നടുവിലൂടെ കയറ്റിക്കൊണ്ട് അവൻ പറഞ്ഞതും അവൾ അവനെ ഒന്ന് കൂർപ്പിച്ച് നോക്കി. കൂർപ്പിച്ചാൽ അറിയാലോ. പെട്ടെന്ന് അവൾ ചുണ്ടുകൾ പൊത്തിപ്പിടിച്ച്. പെടുക്കാതെ ഉറങ്ങാൻ നോക്ക് ദേവ. കിടന്ന് കുതിർന്ന് അവൾ നോക്കി അവൻ പറഞ്ഞു. മാറിക്കൻ, എന്നോട് മിണ്ടണ്ട. ദേവ, ഞാൻ പറയാം, കുറച്ചും കൂടി കാത്തിരിക്കും. കാത്തിരിപ്പിനൊരു സുഖമല്ലേ? ഇപ്പം എൻ്റെ കുഞ്ഞിനെ ഒന്ന് ആലോചിക്കാതെ ഉറങ്ങാൻ നോക്കിക്കേ. പിന്നെ പിണങ്ങിക്കിടക്കാന്ന് മോള് മനസ്സിൽ പോലും വിചാരിക്കേണ്ട. നമ്മൾ തമ്മിൽ എത്ര വഴക്കിട്ടാലും അതിൻ്റെ ആയുസ് ഒരു രാത്രിക്കപ്പുറം പോവരുത്. അവൻ പറഞ്ഞത് അവളൊന്നും പറയാതെ അവൻ്റെ നെഞ്ചിലേക്ക് ചാഞ്ഞു. അവളെ ചേർത്ത് പിടിച്ചവൻ കണ്ണുകൾ അടക്കുമ്പോഴും ആ കുഞ്ഞിപ്പെണ്ണായിരുന്നു അവൻ്റെ മനസ്സ് നിറയും. ആ ഓർമ്മയിൽ അവനൊന്ന് പുഞ്ചിരിച്ചു. നിഷ്കളങ്കമായി ഉറങ്ങുന്ന അവളുടെ നെറ്റിത്തടത്തിൽ അവൻ ചുണ്ടുകൾ അമർത്തി. 2 ദിവസത്തിന് ശേഷം ആദിയുടെ കയ്യിലെ പ്ലാസ്റ്റർ എടുത്തു. കൈ വയ്യാത്തോണ്ട് മുടങ്ങിപ്പോയ വിരുന്നൊക്കെ പ്ലാസ്റ്റർ എടുത്തവൾ പോയി തുടങ്ങി. ബന്ധുവീട്ടിലെ കയറി ഇറങ്ങുന്നതിനൊന്നും ആദിക്ക് താല്പര്യമില്ലെങ്കിലും മുത്തശ്ശിയുടെ നിർബന്ധത്തിന് വഴങ്ങി അവൻ പോയി. ഇന്ന് അവർ ജലജയുടെ വീട്ടിലേക്കാണ് പോയത്. മുത്തശ്ശന്റെ പെങ്ങളുടെ മകളാണ് ജലജ. അവർക്ക് 2 മക്കൾ, വിവേകാന്തി, വിദ്യ. വിവേകിന്റെ ഭാര്യ ജിയ കുറച്ച് അസൂയുള്ള കൂട്ടത്തിലാണ്. വിദ്യ അഹങ്കാരത്തിന് കയ്യും കാലം വെച്ച മുതൽ. ആദിയോട് ഒരിക്കലും ഇഷ്ടം പറഞ്ഞു തന്നപ്പോൾ അവന് ഇഷ്ടമില്ലെന്ന് പറഞ്ഞു. പിന്നെയും കൊഞ്ചിക്കുഴാൻ ചെന്ന് അവൾക്ക് നല്ല അടി ആദിയുടേതായി കിട്ടുകയും ചെയ്തു. ആദിയുടെ കല്യാണ സമയത്ത് അവൾ പനി പിടിച്ച് കിടക്കുകയായിരുന്നു. അതുകൊണ്ട് പോയില്ല. ജലജയുടെ ഭർത്താവ് ദിനകരനും വിവേക് ഒരു കമ്പനി നടത്തുകയാണ്. AV ഗ്രൂപ്പ്സിന്റെ സബ്സിഡറിയാണ് അവരുടെ കമ്പനി. ഹാളിൽ ആണുങ്ങളെ ഒത്തുകൂടിയ സമയത്ത് പെണ്ണുങ്ങളെല്ലാം അടുക്കളയിൽ കൂടി. കോച്ചെ, രാധിക്ക് ഇപ്പം എങ്ങനെയുണ്ട്? ജലജ ചോദിച്ചു. മാറ്റുന്നില്ല. വലത് സൈഡ് ഫുള്ള് തളർന്നു. ഇടത് ഭാഗം ചെറുതായിട്ട് അനക്കാൻ കഴിയായിരുന്നു. ഇപ്പൊ അതും പറ്റുന്നില്ല. നന്ദ വിഷമത്തോടെ പറഞ്ഞു. എങ്കിലും അവരുടെ ഒരു അവസ്ഥയെ ചാടി തുള്ളി നടന്നല്ലേ, കഷ്ടം തന്നെ. ജലജ താടിക്ക് കൈ കൊടുത്ത് പറഞ്ഞു. അല്ല കോച്ചെ, ഇനി എല്ലാവരും പറയുന്ന പോലെ നിന്റെ ജാതകത്തിൽ വല്ല കുഴപ്പമുണ്ടോ? അത് കേട്ടതും നന്ദയാകെ വല്ലാതായി. അല്ല, ഇങ്ങനെ അടിക്കടി ഓരോ പ്രോബ്ലം വന്നുകൊണ്ട് ചോദിച്ചതാ. ആദിയുടെ ആക്സിഡന്റ്, രാധികയുടെ അവസ്ഥ, അവർ ഓരോന്ന് കുത്തി പറഞ്ഞുകൊണ്ടിരുന്നു. കുഴപ്പം കാണുമേ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ വരുമോ? വിധി ഒരു പുച്ഛത്തോടെ പറഞ്ഞു. വിഷമിച്ച് തലമുടിച്ചിരിക്കുന്ന നന്ദയെ കണ്ടത് ജിയയ്ക്ക് എന്തെന്നില്ലാത്ത സന്തോഷം തോന്നി. അവളുടെ സൗന്ദര്യം അവളെ വല്ലാതെ ഉലച്ചിരുന്നു. ആ, പറഞ്ഞിട്ട് എന്താ കാര്യം? സൗന്ദര്യം കാട്ടി ഞങ്ങളുടെ ചെറുക്കനെ കയ്യിൽ വളച്ചെടുത്തില്ലേ? പാവം, ഞങ്ങളുടെ ചെറുക്കിന് ഇനി കുഴപ്പമൊന്നും വരാതെ ഇരുന്നാൽ മതിയായിരുന്നു. എല്ലാം കേട്ടതും നന്ദയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. വിദ്യ കൈതട്ടി അമ്മയെ കാഴ്ച കാണിച്ചു കൊടുത്തു. അല്ല വെച്ച്, എന്നാൽ എനിക്കിപ്പോൾ അവിടെ സുഖമായിരിക്കല്ലോ. വൈഷ്ണവിയുടെ ആദ്യം മിണ്ടുന്നില്ലെന്ന് ഞാൻ അറിഞ്ഞ് അമ്മയും മോനെയും പിരിച്ചു. ഇനി ഞങ്ങളിൽ നിന്ന് അവരെ പിരിക്കോ? ഞാൻ അങ്ങനെയൊന്നും. അവൾ പറയാൻ കഴിയാതെ വിങ്ങിപ്പോയി. പറയാൻ പറ്റില്ല അമ്മേ. ഇവളുമാർക്കുള്ളവരുടെയൊക്കെ കണ്ണുകളിൽ സ്വത്ത് മാത്രമായിരിക്കും. കുടുംബക്കാരൊക്കെ ഒഴിവാക്കിയാലല്ലേ സ്വത്തുക്കൾ മുഴുവൻ ഒറ്റയ്ക്ക് അനുഭവിക്കാൻ കഴിയുള്ളൂ. ആദിയുടെ സ്വത്തുക്കൾ കണ്ടിട്ടായിരിക്കും ഇവൾ അവന്റെ കൂടെ ജീവിക്കുന്നത്. ജിയെ കൂട്ടിച്ചേർത്തു. കൂടുതലൊന്നും കേൾക്കാനാവാതെ അവൾ ഹാളിലേക്ക് ഓടി. അവളുടെ പോക്കണ്ടതും ജലജക്കും മകൾക്കും മരുമകൾക്കും പേടിയായി. ആദ്യം അറിഞ്ഞ എന്റെ ഭഗവാനെ. ജലജ നെഞ്ചത്ത് കൈവച്ച് പോയി. ഇതിനൊക്കെ എത്ര പേടിക്കാൻ എന്താ മമ്മി? ജിയ ചോദിച്ചു. നിനക്ക് അവന്റെ സ്വഭാവം അറിയണ്ട, വാ നോക്കാം. ജലജ എന്തോ മനസ്സിൽ തീരുമാനിച്ച് ഹാളിലേക്ക് നടന്നു. ഹാളിലേക്ക് അറിഞ്ഞുകൊണ്ട് വരുന്ന നന്ദയെ കണ്ട് ആദ്യ കാര്യറിയാതെ പകച്ചുപോയി. എന്താ ദേവ, എന്തു പറ്റി? സെറ്റിൽ നിന്ന് എഴുന്നേറ്റ് അവളെ ചേർത്ത് പിടിച്ചവൻ ചോദിച്ചു. ദേവേട്ട. അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാരി കണ്ണീരൊഴുക്കി. അവളുടെ കണ്ണീര് വീണ് തന്റെ നെഞ്ച് നനയുന്ന കണ്ടത് അവന്റെ ഹൃദയം പിളർന്നു പോകുന്ന പോലെ തോന്നി. എന്താടാ കുഞ്ഞാ, കരയാതെ കാര്യം പറ. അപ്പോഴേക്കും ജലജയും വിദ്യയും ജിയ അവിടേക്ക് വന്നു. ആ, അതൊന്നുമില്ല ആദി, ഞങ്ങൾ അവളുടെ അമ്മയുടെ കാര്യം ചോദിച്ചതാ. അപ്പോഴേക്കും അറിഞ്ഞുകൊണ്ടിങ്ങ് ഓടി. ആദി സംശയത്തോടെ അവരെ നോക്കി. അമ്മ കൊടുക്കത്തെ ബുദ്ധിയാണല്ലോ, മോളും മരുമോളും മനസ്സിൽ വിചാരിച്ച്. പോട്ടെ മോളെ, മോൾക്ക് ഇത്ര വിഷമാവെന്ന് ഞാൻ കരുതിയില്ല. അവളുടെ അടുക്കിലേക്ക് വന്ന് തഴുകാൻ പോയ ജലജയുടെ കൈകൾ ആദി തടഞ്ഞു. ജലജ ആകെ നാണം കെട്ട് നിന്നു. കരഞ്ഞു തളർന്ന് തന്നെ നെഞ്ചിൽ പതുങ്ങിയ പെണ്ണിന്റെ മുഖം പിടിച്ചുയർത്തി അവളുടെ കണ്ണിൽ തുടച്ചു നീക്കി. കറിയില്ല ദേവ. അവൻ അവളെ സെറ്റിലേക്ക് ഇരുത്തി. അവിടുന്ന് എഴുന്നേൽക്കാൻ പോയ അവളെ അവൻ അവിടെ തന്നെ പിടിച്ചിരുത്തി. ഞാൻ പറയുന്നവരെ ഇവിടെ ഇരിക്കണം. അവൻ നന്ദിയോട് പറഞ്ഞ ശേഷം വിദ്യയിലേക്ക് കണ്ണുകൾ വായിച്ചു. അവന്റെ നോട്ടത്തിൽ അവളൊന്ന് പതറിപ്പോയി. അവൻ അവിടെ മുന്നിലായി പോയി നിന്നു. എന്താ കിച്ചണിൽ സംഭവിച്ചത്? അത് നന്ദയുടെ അമ്മയുടെ മരണകാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞു. വിദ്യയുടെ കവിളിൽ അവന്റെ കൈ പതിഞ്ഞു. ആദി, ദിനകരൻ ദേഷ്യത്തോടെ വിളിച്ചു. വീട്ടുകാരി വൻ തോന്നിവാസം കാണിക്കുന്നോ? വിഷ്ണു അലറി. നന്ദയോ അവന്റെ ഭാമാരിൽ പകച്ചുപോയി. ശബ്ദിക്കരുത്, അവനവർക്ക് താക്കി നൽകി. പറ, എന്താ അവിടെ യഥാർത്ഥത്തിൽ സംഭവിച്ചത്?
ഇനി അടിയിട്ടാതിരിക്കാൻ അവൾ അടുക്കളയിൽ വെച്ച് നന്ദയോട് സംസാരിച്ചെല്ലാം തുറന്നു പറഞ്ഞു. കേട്ടല്ലോ അങ്കിൾ, ഇവിടെ തെറ്റ് ചെയ്ത് നിങ്ങളുടെ ഭാര്യയും മകളും മരുമകളുമാണ്. ആദ്യം പറഞ്ഞ ശേഷം ജലജയുടെ നേർക്ക് തിരിഞ്ഞു. ദിനകരന്റെ തലകുനിഞ്ഞു പോയി. വിളിച്ചു വരുത്തി അപമാനിക്കാനായിരുന്നോ നിങ്ങളുടെ തീരുമാനം? ഇതിന് നിങ്ങൾ അനുഭവിക്കാനിരിക്കുന്നതേ ഉള്ളൂ. ചൂണ്ടുവിരൽ ഉയർത്തി അവർക്ക് താക്കി നൽകി. അവർ പേടിയോടെ അവനെ നോക്കി. അവൻ നന്ദയെ ചേർത്ത് പിടിച്ച് പുറത്തേക്ക് ഇറങ്ങി. കാറിൽ കയറിയതും അവൾ അവന്റെ നെഞ്ചിലേക്ക് ചാഞ്ഞ് വിങ്ങിപ്പൊട്ടി. ഓട്ടട, എന്റെ കുഞ്ഞിനിങ്ങനെ കരയാതെ. അവർക്ക് ഇച്ചിരി അഹങ്കാരം കൂടുതലാണ്. സോറി, അവരുടെ സ്വഭാവം അറിഞ്ഞിട്ട് ഞാനൊന്ന് ശ്രദ്ധിക്കേണ്ടതായിരുന്നു. ദേവേട്ട, എന്ത്? ദേവേട്ടൻ്റെ സ്വത്തുക്കൾ കണ്ടിട്ട് ഞാൻ കല്യാണത്തിന് സമ്മതിച്ചെന്ന് എന്തൊക്കെയാ കുഞ്ഞാ നീ പറയുന്നത്? എൻ്റെ കുഞ്ഞിൻ്റെ മനസ്സിൽ പോലും അങ്ങനെയുള്ള ചിന്തകൾ വരില്ലെന്ന് എനിക്കറിയാലോ. കരയാതെ വാ, ദാ മോക്ക് ചുമന്നു കൺട്രോൾ കളയുന്നേ ദേവ. അവിടെ വിഷമം മാറ്റാനെ അവൻ കുറുമ്പോടെ പറഞ്ഞു. ശേ, ഏത് നേരം ആ വിചാരമുള്ളൂ. ഏത് വിചാരം? പറ ദേവ, ഏത് വിചാരം? ഞാനൊന്നും പറഞ്ഞില്ലേ? പറഞ്ഞല്ലോ, ഞാൻ കേട്ടതാണ്. പറ, എന്ത് വിചാരം? ഒന്നുമില്ല. അവൻ മറുപടിയായി അവിടെ കവിളുകൾ കടിച്ചെടുത്തു. അവിടെ ഒന്ന് അമർത്തി ചുമ്മിച്ച് അവൻ വണ്ടിയെടുത്തു. വീട്ടിലെത്തിയതും മുത്തശ്ശി ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു. വീരുന്നൊക്കെ ഇത്ര പെട്ടെന്ന് കഴിഞ്ഞു. അവർ പെട്ടെന്ന് കയറി വരുന്നിട്ട് മുത്തശ്ശി ചോദിച്ചു, നിർത്തിക്കോണം, ഒരു വിരുന്ന്. ഇനി ഒരു വിരുന്ന് പോക്കുമില്ല. എന്ത് പറ്റിയടാ അതിന്? അവൻ്റെ ദേഷ്യം കണ്ടതും മുത്തശ്ശി സംശയത്തോടെ ചോദിച്ചു. ആദ്യം സംഭവിച്ചെല്ലാം പറഞ്ഞു. ഈ ജലജയെ കൊണ്ട് തോറ്റു. പോൾക്ക് വിഷമായോ? ഇല്ല, നല്ല സന്തോഷമായി. ഇനി വിരുന്നിനൊന്നും പോകുന്നില്ല, ഇതോടെ നിർത്തി. മുത്തശ്ശിയോട് പറഞ്ഞ നന്ദയ്ക്കുട്ടി റൂമിലേക്ക് പോയി. റൂമിലേക്ക് കയറിയതും നന്ദ ബാത്റൂമിലേക്ക് പോയി. അവളെ നോക്കി ആദ്യം ബാൽക്കണിയിലേക്ക് ഇറങ്ങി. ഫോണെടുത്ത് സഞ്ജയെ വിളിച്ചു. എന്താടാ, നീ ഓഫീസിലാണോ? അതെ. വി ഗ്രൂപ്പ്സ് ആയിട്ടുള്ള എല്ലാ കോൺട്രാക്റ്റും ക്യാൻസൽ ചെയ്തേക്കും. പിന്നെ അവരുടെ കമ്പനിയിൽ AV ഗ്രൂപ്പ്സ് ഹോൾഡ് ചെയ്തിരിക്കുന്ന ഷെയർ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം അവരെ അറിയിക്കണം. അത് വിഷ്ണുവിൻ്റെ കമ്പനിയല്ലേ? അതെ. ഇപ്പം എന്താ പെട്ടെന്ന് ഇങ്ങനെ തീരുമാനം? നീ പറഞ്ഞ പോലെ ചെയ്യും, കാരണമൊക്കെ ഞാൻ പറയാം. ഓക്കെ. ഫോൺ വെച്ചത് ആദിയുടെ കണ്ണുകളിൽ ജലജയുടെ കുടുംബത്തെ തകർത്തുകളാനുള്ള പകയെരിഞ്ഞു. നന്ദയുടെ കണ്ണീര് വീണ നനഞ്ഞ ഷർട്ടിൽ അവനൊന്ന് തലോടി. അവൻ്റെ കണ്ണുകൾ ചുമന്ന് കലങ്ങി. വി ഗ്രൂപ്പ്സ് അടിവേരി ഇളക്കുമാതിരി ആദി പുച്ഛത്തോടെ പറഞ്ഞു. എന്താലോചിച്ച് നിൽക്കുക ദേവേട്ട? തോളിൽ പിടിച്ചവൾ ചോദിച്ചു. ദേഷ്യം കൊണ്ട് ചുമന്ന് കലങ്ങിയ കണ്ണുകളും മുറുകിയ അവൻ്റെ ഞരമ്പുകളും നിമിഷങ്ങൾക്കുള്ളിൽ അയഞ്ഞു. കണ്ണുകൾ മുറുകെ അടച്ചു തുറന്നവൻ തിരിഞ്ഞവൾ നോക്കി. അപ്പോഴേക്കും ഒരു പുഞ്ചിരി അവൻ്റെ ചുണ്ടിൽ മുട്ടിയിട്ടു. അതോ, കയ്യിലെ പ്ലാസ്റ്റർ ഒക്കെ എടുത്തില്ലേ? ഇന്ന് തന്നെ നമ്മുടെ മുടങ്ങിപ്പോയ ഫസ്റ്റ് നൈറ്റ് ആഘോഷിച്ചാലെന്ന് ആലോചിച്ചതാണ്. അവൻ്റെ മറുപടി കേട്ടത് അവളിൽ ചെറിയൊരു വിറയിൽ പടർന്നു. നാണത്തോടെ തിരിഞ്ഞ് റൂമിലേക്ക് പോകാനൊരുങ്ങിയവൾ അവൻ വലിച്ച് നെഞ്ചിലേക്ക് ഇട്ടു. അതെന്ത് പോകാം, മറുപടി പറഞ്ഞിട്ട് പോ. ഇന്നാക്കിയാലോ? എന്തു പറയുന്നു ദേവേട്ട? അവൾ ചിണുങ്ങി വിളിച്ച് അവൻ്റെ നെഞ്ചിലേക്ക് മുഖമമർത്തി. പറഞ്ഞു, ഇന്ന് ആഘോഷിച്ചാലോ നമ്മുടെ ഫസ്റ്റ് നൈറ്റ്? ഹലോ കുക്കീസ്, ആഫ്റ്റർ ലോങ് ടൈം അങ്ങനെ നമ്മൾ കണ്ടുമുട്ടുകയും എന്താ പറയുന്നത്, ഈ ഒരു പാട്ട് നന്നായിട്ട് കുളമായി പോകുമെന്ന് എനിക്കറിയാം. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ കുറേ സൗണ്ടും എല്ലാം വേറെ കുറേ സൗണ്ടൊക്കെ കയറി വന്നു. അപ്പോൾ ഞാൻ ഇത്ര ദിവസം വീഡിയോ ഇടാഞ്ഞത് എനിക്ക് ഭയങ്കര തിരക്കായിരുന്നു. ഇപ്പോഴാണ് അതൊക്കെ ഒന്ന് കുറഞ്ഞ് വന്നത്. അപ്പോൾ ഇനി നമ്മൾ എന്നും വീഡിയോ ഒക്കെ ഇടുന്നതായിരിക്കും. പിന്നെ അബൌട്ട് യു ടെല്ലിങ് ദ സീരിയസ് തിങ്, ഇത് വേറൊന്നുമല്ല, നമ്മുടെ ദ മാഫിയ ഞാൻ ഡിലീറ്റ് ചെയ്തു. ദ BL ഒരു BL ഉണ്ടായിരുന്നില്ലേ, അതും ഞാൻ ഡിലീറ്റ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ചാൽ, ഞാൻ ദ മാഫിയയുടെ എപ്പിസോഡ് ഇട്ടപ്പോൾ എനിക്ക് സ്ട്രൈക്ക് വന്നു. കുറച്ച് ദിവസം എനിക്കൊന്നും ഈ അക്കൗണ്ടിൽ കയറാൻ പോലും പറ്റിയില്ല. സോ അത് കാരണം ഞാൻ ഡിലീറ്റ് ചെയ്തായിരുന്നു ഫുള്ള്. പക്ഷേ വിഷമിക്കണ്ട, മറ്റേ BLും ദ മാഫിയും ഞാൻ വേറൊരു സ്റ്റോറി ആയിട്ട് ഇടുന്നതായിരിക്കും. BL വേറെ സ്റ്റോറി ആയിട്ട് ഇടുന്നതായിരിക്കും. ദ മാഫിയ നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോവാം. പക്ഷേ ഡയലോഗ് വേറെ ആവുന്നേ ഉള്ളൂ. കുറച്ചും കൂടി മെച്ചപ്പെടുത്താൻ ഉണ്ടായിരുന്നു. ഇനി കുറച്ചും കൂടെ എനിക്ക് ഇട്ടാന്ന് തുടങ്ങിയതാണ്. കുറച്ചും കൂടെ ഒന്ന് ശരിയാക്കാനുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു. പിന്നെ അപ്പോഴാണ് ഇത് കയറി വന്നതും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ ബൈ. നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാണാം.